നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 18-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 6-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം ചതയ നക്ഷത്രം. ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രമാണ്, ശുഭദിനമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ് ചതയം, ശുഭദിനമാണ് ബുധനാഴ്ച. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസം നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ് ദൈവം. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്ന് ഇറങ്ങാം. ഒരു കാര്യവും മാറ്റിവെക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. എത്രത്തോളം നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നുവോ അത് വിജയത്തിലേക്ക് വരും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു കുംഭമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല റിസൾട്ട് ലഭിക്കും. ഉപരി പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഈ ഒരു വർഷത്തെ വേസ്റ്റ് ചെയ്യരുത്. എന്തൊക്കെ പ്ലാനിങ് ഉണ്ടോ അതൊക്കെ ചെയ്യണം. അത് വിജയത്തിലേക്ക് വരും. അപ്പോൾ വിജയത്തിലേക്ക് വരുന്ന ഒരു വർഷമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. കലണ്ടറിൽ രാഹുകാലം ഇട്ടിരിക്കുന്നത് ബുധനാഴ്ച 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണിക്ക് രാഹുകാലം തുടങ്ങൂല. 12:38 രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് 12 തൊട്ട് 1:30 തീരൂല. 2:06 വരെ രാഹുകാലം നിൽക്കും. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 11:11 തൊട്ട് 12:38 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 8:15 തൊട്ട് 9:43 വരെയും വരുന്ന സമയം യമകണ്ഠകാല സമയം. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 12:14 തൊട്ട് 1:02 വരെ അഭിജിത്ത് മുഹൂർത്തം, മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.